അല്ലാഹുവിനോട് നന്ദിയുണ്ടോ? പടച്ചവനോട് നന്ദിയുണ്ടോ? റബ്ബുൽ ഇസ്സത്തായ തമ്പുരാന്റെ ശിക്ഷകളെ കുറിച്ച് ഇനിയും ചിന്തിക്കാൻ, ദുനിയാവിന്റെ പുറത്ത് വെച്ച് ചിന്തിക്കാൻ നീ തയ്യാറാകുന്നുണ്ടോ? എന്തെല്ലാം ആഭാസങ്ങളാ! മഞ്ഞ കല്യാണവും മൈലാഞ്ചി കല്യാണവും തോന്നിവാസവും പടക്കം പൊട്ടിക്കലും ബാൻഡ് കൊട്ടലും ഇതൊന്നും പറഞ്ഞാൽ തീരൂല. അത് വേറെ വിഷയവാ. എന്റെ വിഷയത്തിലേക്ക് കടന്നു പോകാനുണ്ട്. എങ്കിലും പറയാതിരിക്കാൻ, നരകത്തിന് പേടിയില്ലാത്തത് കൊണ്ടല്ലേ അള്ളാഹുവിനെ വെല്ലുവിളിച്ചുകൊണ്ട് ആഭാസമാക്കി കല്യാണമെന്ന നിക്കാഹെന്ന അതിസുന്ദരമായ ഒരവസ്ഥയെ ആഭാസത്തിനോട് അടുപ്പം കാണിച്ചുകൊണ്ട് പൊന്നുമോനെ റോട്ടിൽ വഴിത മാർഗതടസ്സം സൃഷ്ടിച്ചുകൊണ്ട് എന്തെല്ലാം പ്രയാസങ്ങളും പ്രതിസന്ധികളുവാ. ഇപ്പൊ സുബ്ഹാനല്ലാഹ് പറയാതിരിക്കാൻ നിർവാഹമില്ല. മുമ്പൊക്കെ ഒരു ഫോട്ടോ എടുത്ത് ഫോട്ടോ ആൽബത്തിൽ സൂക്ഷിച്ചിരുന്നു. പിന്നെ അത് വീഡിയോ ആയി, അതൊരു CD ആയി, ഇപ്പൊ പിന്നെ അതൊരു സീരിയൽ മോഡലായി. ഇപ്പൊ ഒരു സിനിമ ലോഡ് ചെയ്യുന്നത് പോലെ, ഒരു സിനിമ പോലെയാ അന്നത്തെ കല്യാണത്തിന്റെ ഒരു CD പുറത്തിറങ്ങുന്നത്. ഒരു സിനിമ റിലീസാകുന്നത് പോലെ, ഒരു സിനിമ റിലീസാകുന്നത് പോലെയാ, ഒരു സിനിമ റിലീസാകുന്നത് പോലെയാ. എവിടെയും കൊണ്ടുപോവുകയാ. ഏതെല്ലാമോ കടൽ തീരത്തും കായലിന്റെ തീരത്തും പ്രകൃതി രമണീയമായ സ്ഥലങ്ങളിലും നിന്റെ പൊണ്ടാട്ടിയെ കല്യാണത്തിന് മുമ്പോ ശേഷമോ ഒന്നും നോക്കാതെ കൈപിടിച്ചു കൊണ്ടുപോയി ഏതെങ്കിലും 3-4 ആളുകളെ വീഡിയോ പിടിക്കാനും അവർക്ക് ഹെൽപ്പ് ചെയ്യാനും ആളുകളെ കൊണ്ടുപോയിട്ട് തോന്നിവാസമെല്ലാം കാണിച്ച്, അശ്ലീലതകൾ കാണിച്ച് നീ സ്വകാര്യമായി കാണാനാണോ? അത് തന്നെ ഏറ്റവും വലിയ ഹറാമായി. എന്നിട്ട് അവൻ കൊണ്ടുപോയി ഇടുന്നത് എവിടാ? കോടിക്കണക്കിന് ആളുകൾ ഓരോ നിമിഷവും കണ്ടു തീർക്കുന്ന സോഷ്യൽ മീഡിയയിൽ കൊണ്ടുപോയി വളരെ ജോറായി എന്റെ കല്യാണം കാണട്ടെ, എന്റെ പെണ്ണിനെ, എന്റെ പൊണ്ടാട്ടിയെ കാണട്ടെ, അവളുടെ മാർദ്ദവമായ ശരീരം കാണട്ടെ, കൊതിക്കുന്നവർ കൊതിക്കട്ടെ, കൊത്താൻ കൊതിക്കുന്നവർ കൊത്തിക്കൊണ്ടുപോട്ടെ. നാണമുണ്ടോ? നാണമുണ്ടോ? ചെറുപ്പക്കാരാ, ചിന്തിച്ചു നോക്ക്. കല്യാണത്തിന്റെ അന്നത്തെ ഫോട്ടോ തന്നെ, നീയും നിന്റെ ഭാര്യയുമായി നിൽക്കുന്ന ഫോട്ടോ തന്നെ ഫേസ്ബുക്കിൽ നിന്റെ പേജിലേക്ക് നീ ലോഡ് ചെയ്യുകയാ. അല്ലാഹു നിന്നെ വെറുതെ വിടുവോ? പിന്നെ എങ്ങനെയാ കുടുംബത്തിൽ ഒരു സന്തോഷം ഉണ്ടാവുക? പിന്നെ എങ്ങനെയാ റഹ്മത്തിന്റെ മലക്ക് നിന്നെ ആശീർവദിക്കുക? പിന്നെ എങ്ങനെയാ ആ വിവാഹത്തിലൂടെ കിട്ടുന്ന ഒരു കുഞ്ഞിന് അള്ളാഹുവിന്റെ പരലോകത്തെ കുറിച്ച് ചിന്തിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുക? ഇതൊക്കെ ചിന്തിക്കണ്ടേ? ഇതൊക്കെ പറയുമ്പോ ഉസ്താദെ കുറച്ച് ഓവറായി പോയി, അത്രയും വേണ്ടിയിരുന്നില്ല. നിങ്ങളും പേജുള്ള ആളാ, നിങ്ങളും വാട്സാപ്പ് നമ്പറുള്ള ആളാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ ഉണ്ടെന്ന് വിചാരിച്ച് ഇങ്ങനെയുള്ള ആഭാസങ്ങളെ കുറിച്ച് ഓർമ്മപ്പെടുത്താതിരുന്നാൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരു പക്ഷേ നിങ്ങൾ എന്നെ പുറത്തേക്ക് ഇറക്കി വിട്ടാലും എനിക്ക് കുഴപ്പമില്ല. റബ്ബിന്റെ മുമ്പിൽ ഇസ്സത്തോടെ പറയാൻ പറ്റും, അല്ലാഹുവേ, ഞാൻ അറിഞ്ഞപ്പോ, ഞാൻ കണ്ടപ്പോ കാസർഗോഡിന്റെ വിരിമാറി നിന്നുകൊണ്ട് എനിക്കാകുന്ന ശബ്ദത്തിൽ ഞാൻ പറയാൻ പറ്റി അൽഹംദുലില്ലാഹ് എന്ന് എന്റെ പ്രിയപ്പെട്ടവരെ മനസ്സിൽ തൊട്ടുകൊണ്ട് എനിക്ക് പറയാൻ പറ്റും. എന്റെ ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട മകളെ, ഏതെങ്കിലും ഒരു സഹോദരി കല്യാണം ആലോചിക്കുമ്പോൾ അങ്ങനെയുള്ള തോന്നിവാസം എനിക്ക് വേണ്ട. എനിക്ക് എന്റെ ഹബീബായ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ